ഒരു ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമുക്ക് എത്ര സിബിൽ സ്കോറാണ് ഉള്ളത് എന്നുള്ളതാണ്. സിബിൽ മാത്രം നോക്കിയാൽ പോരാ, സിബിൽ, എക്സ്പീരിയൻ, ഇക്വിഫാക്സ്, CRIF സ്കോറും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാ ലോണുകളും സിബിൽ മാത്രം ചെക്ക് ചെയ്തിട്ടല്ല നമുക്ക് ലോൺ തരുന്നത്. ചിലപ്പോൾ ഇക്വിഫാക്സ് ആയിരിക്കും ചെക്ക് ചെയ്യേണ്ടായിരിക്കുക. പൈസ ബസാറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് നോക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ക്രെഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്രെഡിൽ നമുക്ക് സിബിൽ സ്കോർ അടക്കം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ക്രെഡ് യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ഗൂഗിൾ പേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോർ അറിയാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സിബിൽ സ്കോറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 750 താഴെയാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി ലോൺ കിട്ടിയാൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതലാവാനുള്ള ചാൻസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 750 മേലെ നിൽക്കുന്ന സമയത്ത് ലോൺ എടുക്കാനായിട്ട് നോക്കണതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. ബട്ട് നമുക്ക് അർജൻറ്റായിട്ട് വരുന്ന കേസുകളിൽ ഇതൊന്നും നമുക്ക് അത്രയും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ മാക്സിമം നമ്മുടെ യൂട്ടിലൈസേഷനൊക്കെ കുറച്ച് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി ലോണെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ ലോൺ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് 750 മേലെ സിബിൽ സ്കോർ ആയി കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മുടെ ലോണിന് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാനേക്കാളും മുമ്പ് നമുക്ക് എന്തെങ്കിലും പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സ് ഉണ്ടോ എന്നുള്ള കേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിലൊക്കെ നമുക്ക് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെയിനായിട്ട് വരുന്ന നമ്മുടെ ബാങ്കുകളുടെയൊക്കെ ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഹായ് മെസ്സേജ് തൊട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഓപ്ഷനൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ എത്രയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള കേസുകളൊക്കെ ഒന്ന് നോക്കുക. ഇനി നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് ലോണൊക്കെ വരുന്നുണ്ട്. ICICI, HDFC ബാങ്ക്, ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് ലോൺ തരുന്നുണ്ട്. ബാക്കിയുള്ള NBFC വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറവ് വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഇനി നിങ്ങൾ ക്രെഡ് ചെക്ക് എന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇൻഡിമണിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളിതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് വേണം ഒരു ലോൺ എടുക്കാനായിട്ട്. ഇനി ഇവിടെയൊന്നും നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഓഫേഴ്സ് ഒന്നുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ക്രെഡിറ്റ് ബി, നാവി പോലത്തുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് നമ്മുടെ ലോണിന് എത്രയാണ് പ്രോസസ്സിംഗ് ഫീസ്, ഫോർക്ലോഷർ ചാർജസ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സിലൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രോസസ്സിംഗ് ഫീസ് വരുന്നുണ്ടാവില്ല. ബട്ട് സാധാരണ നോർമൽ കേസിലൊക്കെ 0.5% തൊട്ട് 3% ഓഫ് ദ ലോൺ എമൗണ്ട് ആണ് നമുക്ക് പ്രോസസ്സിംഗ് ഫീസായിട്ട് വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ കേസ് മിക്ക ലോണിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു പേഴ്സണൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് കൂടെ വരുന്ന ഇൻഷുറൻസ് എന്തൊക്കെ കവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്ക കേസുകളിലും മേജറായിട്ടുള്ള ആക്സിഡൻസിന് മാത്രമാണ് ഇതിന് കവറേജ് കിട്ടുക. ഈ കവറേജ് ലോൺ എമൗണ്ടിനാണ് കിട്ടുക. നമ്മൾ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ലോൺ എമൗണ്ട് ആയിരിക്കും ഇതിൽ കവേർഡ് ആയിട്ടുണ്ടാവുക. ക്രെഡ് പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് 5 ദിവസം വരെ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് EMI അല്ലെങ്കിൽ നമ്മുടെ ഒരു മന്തിലത്തെ EMI പേയ്മെൻറ്റ് അവർ ചെയ്തോളൂ എന്നുള്ളത്, ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നുള്ളത്. ബട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കേസ് വന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ സാധാരണ ഗതിക്ക് വായിച്ച് നോക്കാറില്ല. ബട്ട് മെയിനായിട്ട് ബോൾഡ് ലെറ്റേഴ്സിലൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ എടുക്കുന്ന പ്ലാറ്റ്ഫോമിൽ NBFCയിലാണ് അല്ലെങ്കിൽ ബാങ്കിൽ തന്നെയാണെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. എന്തൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടോ അതൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് വേണം ഒരു ലോൺ പ്രൊസീഡ് ചെയ്ത് പോകാൻ. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് നമുക്ക് എക്സ്ട്രാ എമൗണ്ട്സ് ആയിരിക്കും പ്രോസസ്സിംഗ് ഫീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ആവശ്യമുള്ളത് 50,000 രൂപയാണെങ്കിൽ നമുക്ക് പ്രോസസ്സിംഗ് ഫീസ്, ഇൻഷുറൻസ് ചാർജ് അങ്ങനത്തെ കേസുകളൊക്കെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആ കൂടി കിട്ടുന്നത് ചിലപ്പോൾ 40,000 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് എത്ര ലോൺ എമൗണ്ടാണ് വരുന്നത്, എത്ര ടെന്യൂവറാണ് നമ്മൾ എടുക്കുന്ന ലോണിന് വരുന്നത് എന്നുള്ളത്. നമ്മളെടുക്കുന്ന ടെന്യൂവർ നമുക്ക് മന്ത്ലി നമ്മുടെ ടോട്ടൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ, നമ്മുടെ ടോട്ടൽ സാലറിയുടെ 30% ആവാനായിട്ടുള്ള കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. 30% ആണ് പാടുള്ളൂ നമുക്ക് മന്ത്ലി വരുന്ന EMI എമൗണ്ട്. അതിന് മേലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് ടെന്യൂവർ കൂടിയാൽ പോലും ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുക ബാങ്കിന്. ബട്ട് നമ്മുടെ റീപേയ്മെൻറ്റ് ഒരിക്കലും മുടങ്ങാത്ത കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു പേയ്മെൻറ്റ് മുടങ്ങിക്കഴിഞ്ഞാൽ സിബിൽ അത് റിപ്പോർട്ട് ആവുകയും പിന്നീട് നമുക്കൊരു ലോൺ എടുക്കുന്ന കേസിലൊക്കെ കുറേ ഇഷ്യൂസ് വരികയും ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ ടെന്യൂവറിൻ്റെ കേസും അതുപോലെ തന്നെ എത്ര ലോൺ എമൗണ്ട് നമുക്ക് വേണമെന്നുള്ള കേസും ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് നമ്മൾ തീരുമാനിക്കുക. നമ്മളെടുക്കുന്ന ടെന്യൂവറിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 1 വർഷത്തെ ടെന്യൂവറാണ് ഞാൻ എടുത്തത്.
6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കത് ഫോർക്ലോഷർ ചെയ്യാനായിട്ടാണ് തോന്നിയത്. ബട്ട് എൻ്റെ ഒരു സജഷനിൽ നമ്മൾ നേരത്തെ കൂട്ടി നമുക്ക് തീരുമാനിച്ച് വെക്കണം എത്ര ടെന്യൂറാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഫോർക്ലോഷർ നേരത്തെ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ സിബിലിൽ പക്ഷേ നമ്മുടെ റിപ്പോർട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും കൂടുതലുണ്ടാകുക പോസിറ്റീവിനേക്കാളും. കാരണം നമ്മൾ നേരത്തെ കൂട്ടി ഇത്ര എമൗണ്ട് അടയ്ക്കുമ്പോൾ അത് ബാങ്ക് തമ്മിലൊരു സെറ്റിൽമെൻറ്റ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ സിബിലിൽ റിപ്പോർട്ട് പോവുക. അപ്പോൾ ആ കേസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് 6 മാസത്തിന് ശേഷം, 1 വർഷത്തിന് ലോൺ എടുത്തിട്ട് 6 മാസത്തിന് ശേഷം ഫോർക്ലോഷർ ചെയ്യുകയാണെങ്കിൽ മുൻകൂട്ടി നിങ്ങൾ ആ ബാങ്കിനെയോ അല്ലെങ്കിൽ NBFCനെ വിളിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. എങ്ങനെയായിരിക്കും നിങ്ങൾ സിബിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. 5ാമത് നമ്മൾ നോക്കേണ്ട കേസാണ്, നമുക്കൊരു ലോൺ വേണമെങ്കിൽ നമ്മൾ അടുപ്പിച്ച് കുറേ എൻക്വയറീസ് ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് പല ഓഫേഴ്സ് ഉണ്ടെന്നുള്ള കേസാണ് ആദ്യം നോക്കേണ്ടത്. 6ാമത്തെ പോയിൻ്റാണ് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ലോൺ എടുക്കണം എന്നുള്ള കേസ് നോക്കിയിട്ട് വേണം ലോൺ എടുക്കാൻ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ലോൺ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിക്കാനായിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം പേഴ്സണൽ ലോൺ ബാങ്കിൽ നിന്ന് എടുക്കാണ്ട് ഡയറക്റ്റായിട്ട് ആ ഷോപ്പിൽ പോയിട്ട് ബജാജ് ഫിനാൻസോ അല്ലെങ്കിൽ HDFC ഫിനാൻസ് ഒക്കെ എടുക്കാനായിട്ട് നോക്കുക. നമുക്ക് 0 കോസ്റ്റിൽ തന്നെ 24 മന്തിക്കൊക്കെ EMI കിട്ടാനുള്ള ഓപ്ഷൻ അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് വരുന്ന മെഡിക്കൽ എമർജൻസീസിനും അതുപോലെ തന്നെ വീടൊക്കെ റിനോവേറ്റ് ചെയ്യണം, അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ പേഴ്സണൽ ലോണായിട്ട് എടുക്കേണ്ടത്. അല്ലാത്ത കേസിൽ നമ്മൾ വെറും പേഴ്സണൽ ലോൺ എടുത്തിട്ട് വെറുതെ ഇൻട്രസ്റ്റ് വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോണോ അല്ലെങ്കിൽ ആപ്പൊക്കെ എടുക്കുന്ന കേസിലൊക്കെ നമുക്ക് നോ കോസ്റ്റ് ആയിട്ട് തന്നെ HDFC ഫിനാൻസിൽ നിന്നോ അല്ലെങ്കിൽ ബജാജിൽ നിന്നൊക്കെ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി 7ാമത്തെ കാര്യമാണ്, നമ്മൾ ലോൺ എല്ലാം എടുത്തു കഴിഞ്ഞു, നമ്മുടെ ലോണിൻ്റെ റീപേയ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിക്കേണ്ട കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് ലോണിൻ്റെ ഭാഗത്ത് നിന്ന്. NOC ആയി തന്നെ നമ്മൾ മേടിക്കണം. നോൺ ഒബ്ലിഗേഷൻ സർട്ടിഫിക്കറ്റ് ആണത്. അതുപോലെ തന്നെ നമ്മുടെ സിബിൽ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ലോൺ കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സിബിൽ ചിലപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്ത് ഒന്നില്ലെങ്കിൽ ടൈം വൈകിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ റീപേയ്മെൻറ്റ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ റിപ്പോർട്ടൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ലോൺ നമ്മൾ ക്ലോസ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. നിങ്ങളൊരു ലോൺ ക്ലോസ് ചെയ്യണ സമയത്ത് അതുപോലെ തന്നെ നോൺ ഒബ്ലിഗേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് കൂടെ ലാസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മുടെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ഭാവിയിൽ അടുത്ത ലോൺ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാങ്ക് നമ്മുടെ അടുത്ത് ചോദിക്കും മുമ്പത്തെ ലോണിൻ്റെ NOC അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ അടുത്ത് ചോദിക്കും. നമ്മുടെ മുൻകൂട്ടി അടച്ച ലോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരത്തെ കൂട്ടി തന്നെ എടുത്ത് വയ്ക്കാനായിട്ട് മാക്സിമം നോക്കുക. ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 7 പോയിൻറ്റ്സ് നിങ്ങളൊരു പേഴ്സണൽ ലോൺ എടുക്കണേക്കാളും മുമ്പ് അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഫിനാൻസ് റിലേറ്റഡ് കണ്ടൻറ്റും ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.